ഹായ്, വാട്സപ്പിൽ ഇതാ കിഡിലൻ 2 ഫീച്ചറുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മൾ സാധാരണയായിട്ട് വാട്സപ്പിൽ ഒരു പ്രാവശ്യം മാത്രം കണ്ടാൽ മതി എന്ന് ഉദ്ദേശിച്ച് അയക്കുന്ന ഫോട്ടോസ്, വീഡിയോസ് അന്നേരം ക്ലിക്ക് ചെയ്ത് നമ്മൾ അയക്കാറില്ലേ? എന്നാൽ അയക്കുന്ന വ്യക്തിക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ ഫീച്ചർ, നമുക്ക് പല ലാംഗ്വേജിൽ നിന്നും ഒരുപാട് മെസ്സേജുകൾ വരുന്നതാണ്. എന്നാൽ ആ ലാംഗ്വേജ് ഒക്കെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വാട്സപ്പ് ഇതിനു മുമ്പേ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലും കുറച്ച് ഫീച്ചേഴ്സുകൾ ഇപ്പോൾ വാട്സപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, പുതിയ ഫീച്ചറുകൾ, പുതിയ അപ്ഡേറ്റുകൾ ഏറ്റവും ആദ്യം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രം, ഞങ്ങളുടെ ചാനൽ നെയിമുകളൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഞാനിപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് ഫോട്ടോസ്, വീഡിയോസ് ഏത് വേണമെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഫോട്ടോ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇവിടെ 1 എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിത് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ലഭിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഇത് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ എടുത്ത് നമുക്ക് പോലും ഇനി പിന്നെ അത് കാണാൻ സാധിക്കില്ല. ഗാലറിയിൽ ഈ ഫോട്ടോ സേവ് ആയിട്ടുണ്ടാകുകയില്ല. അങ്ങനെ ഗാലറിയിൽ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇപ്പം വന്നിട്ടുണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുക. ഇതുപോലെ ഫോട്ടോ എടുത്തിട്ട് 1 എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് മുകളിൽ ഒരു സേവ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. സേവിൻ്റെ ഐക്കൺ അവിടെ ക്ലിക്ക് ചെയ്യുക. ഉടനെ അത് ഗാലറിയിൽ സേവ് ആയിട്ടുണ്ടാകും. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും. പിന്നെ അതിനുശേഷം നിങ്ങൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന വ്യക്തിക്ക് ഒരു പ്രാവശ്യമേ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമുക്ക് അത് ഗാലറിയിൽ എപ്പോൾ വേണമെങ്കിലും കാണാൻ സാധിക്കും. ഓക്കെ, ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഗാലറിയിൽ ഇവിടെ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ വാട്സാപ്പിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി ഞാൻ വീണ്ടും വാട്സാപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ എനിക്ക് വന്ന ഒരു മെസ്സേജ് ഇപ്പോൾ ഹിന്ദിയിലാണെന്ന് വിചാരിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അവിടെ ലോങ് പ്രസ് ചെയ്യാണ്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇവിടെ കാണിക്കുന്നുണ്ട്. ചൂസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ അറബിയും ഹിന്ദിയും പുതുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദിയിൽ എനിക്ക് മെസ്സേജ് വന്നതുകൊണ്ട് ഹിന്ദി ഞാൻ സെലക്ട് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. ഇവിടെ ഇംഗ്ലീഷിലേക്ക് മാത്രമേ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ടോഗിൾ ഓപ്പൺ ചെയ്താൽ മതി. അതിനുശേഷം ഇവിടെ ട്രാൻസ്ലേറ്റ് എന്ന ഭാഗമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഹിന്ദിയിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. അവിടെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ട്രാൻസ്ലേഷൻ എന്ന ഭാഗം നിങ്ങൾക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നതും കാണാൻ സാധിക്കും. പക്ഷേ മലയാളത്തിലേക്ക് ഇവിടെ അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. അതിനായിട്ടൊരു ട്രിക്ക് ഉണ്ട്. അവിടെ ലോങ് പ്രസ് ചെയ്യുക, എന്നിട്ട് കോപ്പി ചെയ്യുക. ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് ഇവിടെ തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. നിങ്ങൾ ഗൂഗിളിൻ്റെ Gboard തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ തന്നെ അതിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ആ ഒരു സ്ക്വയറിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. ട്രാൻസ്ലേറ്റ് എന്ന ഭാഗം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഏത് ഭാഷയിൽ നിന്നും ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ആക്കേണ്ടത്. ഇവിടെ ഇംഗ്ലീഷ് ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഇവിടെ സെലക്ട് ചെയ്യാം. ഇനി ഏത് ഭാഷയിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ മലയാളം ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്തതാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഷ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ തന്നെ നിങ്ങൾ കോപ്പി ചെയ്ത ടെക്സ്റ്റ് ഇവിടെ ക്ലിപ്പ് ബോർഡിൽ കാണാൻ സാധിക്കും. ഇനി കാണുന്നില്ല എങ്കിൽ ആ ഒരു ലൈനിൽ ലോങ് പ്രസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉടനെ തന്നെ ആ ഒരു ലാംഗ്വേജിലേക്ക് ഇവിടെ ട്രാൻസ്ലേറ്റ് ആയതായിട്ട് കാണാൻ സാധിക്കും. ഇവിടുന്ന് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഗൂഗിളിൻ്റെ Gboardൽ ഇങ്ങനെ ഒരു സൗകര്യം കൂടിയുണ്ട്. ഓക്കെ, അപ്പോൾ വാട്സാപ്പിൽ ഏത് ലാംഗ്വേജിലുള്ള ടെക്സ്റ്റും നിങ്ങൾക്ക് ഈ ഒരു കീബോർഡ് ഉപയോഗിച്ചിട്ട് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, വാട്സപ്പിൽ വന്നിട്ടുള്ള ഈ 2 ഫീച്ചറുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.